നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്. അതുകൊണ്ട് തന്നെ ഇക്കുറി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യും. കേരളം മുഴുവൻ ചർച്ച ചെയ്യും. ഇതിൽ അതിപ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. വടകര എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ള കണക്കുകൂട്ടലിൽ ശൈലജയെ അവിടെ CPM ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ഏത് തരത്തിൽ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ അതിനെ പാർട്ടി അതിജീവിക്കുമെന്നുള്ളതിലാണ് ഇനിയും കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി P.K. കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് K.M. ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ്. K.M. ഷാജി സമീപത്ത് പല വിഷയങ്ങളിലും പിണറായിക്കെതിരെയാണ് രംഗത്ത് വരുന്നത്. പിണറായിയുടെ നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ലീഗിലെ ഒരാളുണ്ടെങ്കിൽ അത് K.M. ഷാജിയാണ്. ലീഗ് LDF-ലേക്ക് ചായുന്ന അവസരത്തിൽ K.M. ഷാജിയാണ് ഇതിനെ എതിർത്ത് നിൽക്കുന്നത്. K.M. ഷാജിയും മുനൂറിനെ പോലുള്ളവരും ഒരുപക്ഷെ ലീഗ് അങ്ങോട്ടേക്ക് പോയാലും ഇവർ മാറി നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ K.M. ഷാജി ഉന്നയിച്ചിരിക്കുന്ന കാര്യം കേസിലെ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്തൻ എന്നാണ് പറയുന്നത്. ജയിലിൽ നിന്നുള്ള പക്ഷവിഷബാധയേറ്റാണ് കുഞ്ഞനന്തൻ മരിച്ചത്. ഇത് നമ്മൾ ആലോചിക്കണം. റഷ്യയിലെ പുട്ടിൻ്റെ പ്രതിയോഗിയുടെ മരണം ഏതു തരത്തിലായിരുന്നു എന്ന്. അതും ജയിലിനുള്ളിൽ വെച്ച് തന്നെയാണ്. ഒരു പ്രതിയോഗികളെ പോലും പുടിൻ വെറുതെ വിടാറില്ല. ആളിൻ്റെ അന്ത്യം കണ്ട് പുടിൻ അടങ്ങാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ K.M. ഷാജി ചോദിക്കുന്നത് കുഞ്ഞനന്തൻ്റെ മരണത്തെക്കുറിച്ച്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഷാജി പറയുന്നു. K.M. ഷാജിയെ പോലുള്ളവർക്ക് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ നിഗൂഢതകൾ അറിയാവുന്ന ആളാണ്. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് സമ്മേളന വേദിയിലായിരുന്നു ഷാജിയുടെ ഈ പരാമർശം നടന്നത്. കുഞ്ഞനന്തനെ മാത്രം നോക്കിയാൽ പോരാ, കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസൽ കൊലപാതക കേസിലെ 3 പ്രതികളും മൃഗീയമായി കൊല്ലപ്പെട്ടു. ഷുക്കൂർ കൊലപാതക കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തു. അവർ കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും ഷാജി പറയുന്നു. ടി.പി. കേസിൽ വിട്ടയക്കപ്പെട്ട 10-ാം പ്രതി K.K. കൃഷ്ണനും 12-ാം പ്രതി ജ്യോതി ബാബുവും കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ലീഗ് യോഗത്തിൽ K.M. ഷാജി തുറന്നടിച്ചത്. എന്നാൽ ഷാജിയുടെ ആരോപണം രാഷ്ട്രീയ തന്ത്രമാണെന്ന് കുഞ്ഞനന്തൻ്റെ മകൾ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു ആരോപണം തങ്ങൾക്കില്ല. ചികിത്സ വൈകിപ്പിച്ച അന്നത്തെ UDF സർക്കാരാണ് അച്ഛനെ കൊന്നതെന്ന് കുഞ്ഞനന്തൻ്റെ മകൾ പറയുന്നു. എന്തായാലും K.M. ഷാജി തുറന്നടിച്ചിരിക്കുന്ന ഈ കാര്യം ഒരുപക്ഷെ വളരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ കേരളത്തെ. കാരണം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ നിഗൂഢതകൾ അറിയാവുന്ന ആൾ തന്നെയാണ് ഷാജി. ഒന്നുമില്ലാതെ ഷാജി ഇത്തരത്തിലൊരു വെല്ലുവിളിയോടുകൂടി വെട്ടിത്തുറന്ന് പറയില്ല.